ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത്ര നല്ല സോഫ്റ്റ് സ്കിൻ എങ്ങനെയാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് കുറച്ച് 4 സ്റ്റെപ്സേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഓക്കെ സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ ക്ലെൻസറാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു ക്ലെൻസർ ഉണ്ട്. നമ്മുടെ മുഖം ഒന്ന് കഴുകുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ്. ഡെയിലി ഫേഷ്യൽ ക്ലെൻസർ, കോമ്പിനേഷൻ ടു ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിൻ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകാം. ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മളൊരു സിറമാണ് ഉപയോഗിക്കുന്നത്. ഇത് എൽഫിൻ്റെ ഒരു സിറമാണ്. സ്കിൻ ബേസ്റ്റ് ഡ്രോപ്സ് ഓഫ് നിയാസിനമൈഡും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതൊരു സിറമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറുതായിട്ട് നമ്മൾ എടുക്കുക. ചെറിയൊരു പോപ്പ് എടുത്തിട്ട് നമ്മുടെ ഫേസിൽ വേണ്ടിടത്ത് മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്തിട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി. നൈസിനിമൈഡൊക്കെ വളരെ കുറവാണ് നമ്മൾ ആദ്യമേ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനെ സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ ഓപ്പൺ പോഴ്സ് കുറയ്ക്കും, പിന്നെ ഓയിൽ കൺട്രോൾ തരും, പിന്നെ നമുക്കൊരു ഡൾനെസ്സും നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയും. ഇത് നമ്മുടെ നോർമൽ ടു ഡ്രൈ സ്കിന്നോ സെൻസിറ്റീവ് സ്കിൻകാർക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അവർക്ക് നൈറ്റിലോ ഡേ ടൈമിലോ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ നിയാസിനമൈഡ് എന്ന് പറയുന്നത്. 5% ആണ് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ആദ്യമേ കുറച്ചായിട്ട് എടുത്തിട്ട് നമ്മളിത് നമ്മുടെ ഫേസിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസറിനാണ് ഇവിടെ എടുക്കുന്നത്. സെറ്റാഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കണം. ഓക്കെ. അബ്സോർവ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം എടുക്കുക. അപ്പം ഞാനിവിടെ എടുക്കുന്ന ഡ്രൈ ടു നോർമൽ ഫോർ സെൻസിറ്റീവ് സ്കിന്നുകാർക്കുള്ളതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് സെൻസിറ്റീവ് സ്കിൻ അല്ല, എനിക്ക് ഡ്രൈ ടു ചിലപ്പോൾ നോർമൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ വരാറുണ്ട്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമുക്ക് ഈ മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് പകരം അതായത് നമ്മുടെ ഈ സിറമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു ഷീറ്റ് മാസ്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മോയ്സ്ചറൈസർ ചെയ്യേണ്ട അങ്ങനെ ആവശ്യമൊന്നും വരത്തില്ലായിരിക്കും ഷീറ്റ് മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ലെൻസ് ചെയ്യണം, നമ്മുടെ സ്കിന്നൊന്ന് ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഷീറ്റ് മാസ്കിൽ തന്നെ എല്ലാം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മോയ്സ്ചർ ചെയ്യാനും നമ്മുടെ എല്ലാം സ്കിന്നിനെ സ്ട്രെങ്തനിങ് ചെയ്യാനൊക്കെ എല്ലാം നമ്മുടെ മാസ്കിലുണ്ട് ഓൾറെഡി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ലിപ്സിലിടാൻ ഒരു ലിപ് ബാം ഉപയോഗിക്കാം. ഇത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുമ്പോൾ. ചില സമയത്ത് ഞാൻ ഷീറ്റ് മാസ്ക് ഉപയോഗിക്കും, ചില സമയത്ത് നമ്മൾ മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഉണ്ടോ? സോ ദിസ് ഈസ് മൈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ. ഓക്കെ. അപ്പോൾ അടുത്ത ദിവസം നമ്മളൊരു വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.